ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാത്രി എന്താണ് വീഡിയോ എടുക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്നൊരു പുഴയിൽ പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ അന്ന് കാണിച്ചില്ല ആ പുഴ, അവിടെ നിന്ന് പോവാണ്. രാത്രിയാണ്. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, ഈ ഷീറ്റ് ഇതൊന്ന് നമുക്ക് കഴുകണം. എന്നാന്ന് വെച്ചാൽ മൊത്തത്തിൽ ചെളിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്കതൊന്ന് കഴുകണം. അപ്പോൾ നമ്മളതെടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അച്ഛൻ അവിടെ നിൽപ്പുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിരിക്കണം ഗൈസ്. അവിടെ നിന്നിട്ട് നമുക്ക് അച്ഛനെ പിന്നെ കാണിച്ചു തരാം. നമ്മൾ കഴുകാൻ പോകുമ്പോൾ കാണിക്കാം. നമ്മളെല്ലാവരോടും ആഞ്ഞു പിടിച്ചാൽ മാത്രമേ ഇത് കഴുകാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ല വെയിറ്റ് ആട്ടോ. എനിക്കൊന്നും പൊക്കാൻ പറ്റില്ല. ഒരു 2-3 പേര് വേണം ഇത് പൊക്കാൻ വേണ്ടി. അത്രയ്ക്ക് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് വേറെ 2 സാധനം കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കഴുകണം. അപ്പോൾ ഹോം ഡോറിൽ നമ്മുടെ വീടിൻ്റെ നിലമൊക്കെ നമ്മളൊന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഹോം ഡോർ അടുത്ത് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയട്ടെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ കുറേ ഇതായിട്ട് കലോത്സവം കഴിഞ്ഞു, പക്ഷെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ ഹോം ഡോർ ചെയ്യാത്തത്. അപ്പോൾ നമുക്കിനി ചെയ്യാം, അടുത്ത ദിവസം തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് രാവിലെ മുതൽ എൻ്റെ കഷ്ടപ്പാടിപ്പോൾ തീരാറായിട്ടുണ്ട്. നോക്കുക ഗൈസ്, ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി പതിയെ വരക്കത്തുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നതാണ് ഇത്, ചുമ്മാ ഒരു ടൈം പാസ്. ഇത് ഞാൻ എൻ്റെ ഫോണൊക്കെ എടുത്തോണ്ട് പോയത്. ആ ഫോണിലാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഫോണിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ പടം എടുത്തേക്കണത്. ആ പടം ഞാൻ അതുകൂട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സംഭവം ഞാൻ ഒരു അരമണിക്കൂറായിട്ട് ഈ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിയായിട്ടില്ല, നമുക്കത് ചെയ്യണം. അപ്പോൾ ഇനി നമുക്കത് ഞാൻ ഇവിടെയൊക്കെ ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് കട്ട പിടിച്ച് ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു, ഇതെല്ലാം എൻ്റെ അലങ്കോലം. ഞാൻ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പേപ്പർ ഈ സംഭവം എന്നാ പറയണ പേപ്പർ പ്ലേറ്റ്. ആ പേപ്പർ പ്ലേറ്റിൽ പെയിൻ്റ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി സ്പേസും കിട്ടും. പിന്നെ വെറുതെ എന്തിനാണ് മറ്റേ ഈ കലക്കണ സാധനമൊക്കെ മേടിക്കണം. ഞാൻ പണ്ട് മേടിച്ചിട്ടുണ്ട്. അത് ഒരു അകക്കും ഉള്ളിയല്ല. പെയിൻ്റൊന്നും കലക്കാനുമായിട്ടൊരു സുഖം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ മൈക്കിൽ പറയുമ്പോൾ ഞാൻ അകത്തി അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഒച്ച ക്ലിയർ ആണോ എന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു ബ്രഷ് ഓടിഞ്ഞ് ഗൈസ്, അത് ഒട്ടിച്ച് വെച്ചാണ്. ഞാൻ പുതിയ 2 പെയിൻ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതെൻ്റെ അച്ഛൻ കടയിൽ നിന്ന് ഞാൻ നൂലെടുത്തുകൊണ്ട് വന്ന് അച്ഛനെ കൊണ്ട് തന്നെ അടുപ്പിച്ചതാണ്. അപ്പം അതിനകത്ത് വെള്ളം വീണാതൊന്നും കുഴപ്പമില്ല. അപ്പം നനഞ്ഞ് കുളിച്ചിരിക്കും. ഞാനപ്പോൾ ഇതൊന്ന് ഫുള്ള് വരക്കട്ടെ. അപ്പോൾ അത് നമുക്കൊന്ന് എടുക്കാം. പിന്നെ ഞാനിത് ഫുള്ള് വരച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അവസാനമൊക്കെ ആകുമ്പോൾ, അവസാനമാണോ എപ്പോഴോ വരച്ച് തീരും, ഇന്ന് തന്നെ വരച്ച് തീരും. അപ്പോൾ വീഡിയോയിൽ ഞാൻ എന്തായാലും വരച്ച് തീരും. അപ്പോൾ ഞാനിത് ഇനി ഔട്ട്ലൈനും കൂടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പടം ഫിനിഷാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ ഇങ്ങനത്തെ ചെറിയ കലാപരിപാടികളും കൂടി എൻ്റെ ഡാൻസിൻ്റെ ഒപ്പം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരക്കുന്ന മത്സരത്തിനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം സെക്കൻഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് വിത്ത് എ ഗ്രേഡ് അതുണ്ടായിരുന്നു ഫാബ്രിക് പെയിൻറ്റിങ്ങിന്. UPക്ക് പോയതാണ്. അതിൻ്റെയൊക്കെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് സംഭവം എടുക്കാം കേട്ടോ. പിന്നെ ഗൈസ്, എനിക്ക് ഇന്ന് തന്നെ വളരെ സന്തോഷമുള്ള വളരെ സന്തോഷമുള്ള ഒരു സംഭവം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. വെള്ളയിലിരിപ്പുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഞാനിത് ഫസ്റ്റ് മേടിച്ചിട്ട് എനിക്ക് ഇത് ഹാരി പോട്ടർ എഡിഷൻ കിൻഡർ ജോയ് ആണ് ഗൈസ്. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഹാരി പോട്ടറിൻ്റെ ഒരു കഥയൊന്നുമേ കണ്ടിട്ടില്ല. പക്ഷെ എനിക്കിത് ആദ്യം ഒന്ന് മേടിച്ചപ്പോഴത്തേക്ക് ആദ്യം ഒരു വട്ടം ഞാൻ ഈ സംഭവം അറിയാണ്ട് ഇത് എന്താ സാധാ കിൻഡർ ജോയ് ആണെന്ന് പറഞ്ഞ് മേടിച്ചതാണ്. അപ്പോൾ എനിക്ക് ഹാരി പോട്ടർ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അറിയില്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോഴാണ് കുറേ ഹാരി പോട്ടറും അങ്ങനത്തെ സംഭവം. ഇത് ഹാരി പോട്ടർ അല്ലേ, ഇത് വേറെ ഏതോ ക്യാരക്ടറാണ്, അറിയില്ല, കമൻറ്റ് ചെയ്യും. അപ്പോൾ ഈ സംഭവം യൂട്യൂബിൽ നോക്കിയപ്പോൾ ബുക്ക് മാർക്ക് ആക്കാമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ എനിക്ക് ഇതിനോട് ഭ്രാന്തല്ല കേട്ടോ, എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 3 ക്യാരക്ടറല്ലേ. ഒന്ന് റോണ്, ഹാരി, പിന്നെ ഹെർമൈനി എന്ന് പറയുന്ന 3 ക്യാരക്ടറാണുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും വേറെ മേടിച്ചു കേട്ടോ. അച്ഛ മേടിച്ചുകൊണ്ട് വന്നതാണ്, ഞാൻ പോയതല്ല. അച്ഛ പോയി തന്നെ മേടിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ട് മേടിപ്പിച്ച കേട്ടോ. ഈ സാധനം ഈ കിൻഡർ ജോയ് പോലും കിട്ടാനില്ല. ഞാൻ തപ്പി പിടിച്ച് പോയി മേടിച്ചതാണ്. അപ്പോൾ എനിക്കും അടിച്ചു മോനെ ഒരു ഹാരി പോട്ടർ കിട്ടിയില്ല, പക്ഷേ എന്നാലും അടിച്ചു മോനെ ഒരു റോണിനെ കിട്ടി. എനിക്ക് വളരെ സന്തോഷം. ഇവരുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ പഠിച്ചതാണ് കേട്ടോ.
പേരൊക്കെ. അപ്പോൾ എനിക്ക് റോൺ അടിച്ചു. അപ്പോൾ ഇത് എത്ര പേർക്കറിയാം, ഇത് നമ്മുടെ ഈ ചാർജ് മറ്റേ ഇതില്ലേ ഫോണിൻ്റെ കേബിൾ, അതൊക്കെ പ്രൊട്ടക്ടറായിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ വരക്കട്ടെ, നമുക്കത് എടുക്കാം, നമുക്ക് പോവാം. അപ്പോൾ എൻ്റെ പടമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയത് ഞാൻ ലാസ്റ്റ് തിരിച്ചെടുമ്പോൾ കാണിക്കും. ഇത്തിരി തെറ്റൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പുറത്ത് പട്ടിയുണ്ട് ഗൈസ്. അപ്പോൾ ദേ ഇവൻ ഓടുന്നില്ല, അത് നമ്മുടെ ഒപ്പം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് അടുത്ത ആട്ടം നിങ്ങൾ വീഡിയോ കട്ട് ചെയ്യണ്ടോ, ഇത് കണ്ടോ, നമുക്കിവിടെ നിന്ന് ഇത്തിരി ദൂരം പോലും ഇല്ല, നടന്നു അതെ, അതാണ് കടവ് കണ്ട. അയ്യോ, എൻ്റെ സോപ്പ് പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ അച്ഛൻ ആദ്യമേ പോയിട്ടുണ്ട്. സ്കൂട്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, താഴത്തുണ്ടെന്ന് തോന്നുന്നു, താഴത്തുണ്ടായില്ലേ. ഇത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കടവ്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിന് വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തുണി അത് കഴുകി കൊണ്ടുവരുമ്പോഴത്തേക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് വന്നത് ഗൈസ്. അപ്പം നമുക്ക് ഇറങ്ങി ചെല്ലാം. അത് ഗൈസ്, ഇതാണ് നമ്മൾ മെയിനായിട്ടും നമ്മുടെ ഹോളിൽ എപ്പോഴും ഇത്. പിന്നെ ഒന്നിട്ടതാണ്. അയ്യോ അതെ, നമ്മുടെ അവിടുത്തെ എല്ലാം ഉണ്ട് കേട്ടോ, ഒന്നിട്ടാണ്. ഇത് ഗുളികയൊക്കെ നമ്മൾ ഒന്നിട്ടിട്ട് പിന്നെ അത് എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ചെളി ഇതിനകത്തുണ്ട്. ഗൈസ്, പിന്നെ ഒരു സൂത്രം കാണിക്കാം. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി ഞാൻ. അയ്യോ എൻ്റെ കാലെന്തോ, ഞാൻ പേടിച്ചു പോയി. ഇത് വള്ളി ചുറ്റിയതാണ്. ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മൾ വെള്ളത്തിൽ, ഈ ചെളി വെള്ളമാണ്, എന്നാലും നമുക്ക് കാണിച്ചു തരാം. ഇത് വെള്ളത്തിൽ താത്തുമ്പോഴത്തേക്കൊരു മാജിക് കാണാവോ ഗൈസ്? വെള്ളത്തിൽ താത്തുമ്പോൾ ഇത് വിടരും, കണ്ടോ? പൊക്കുമ്പോൾ താഴും. ഇത് വിടർന്ന് പോയി. ഇതുകൂടി ഞാൻ വെള്ളത്തിൽ ഇടുവാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് വെള്ളത്തിലേട്ട് അങ്ങ് ഇട്ടേക്ക്, ഇവൻ എവിടെയെങ്കിലും ജീവിച്ച് പോട്ടെ. പക്ഷെ ഞെട്ടൊക്കെ ഒടിഞ്ഞു പോയി. പോകോ ഗൈസ്. പിന്നെ ഈ പുഴയുടെ ഒരു പ്രത്യേകത, നല്ല ആഴമല്ലേ, ഒട്ടും ആഴമില്ല ഗൈസ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇറങ്ങിയാൽ എൻ്റെ തലയോടെ മുങ്ങിപ്പോയി. ഇവിടെ അത്ര കാടുമുണ്ട്. ഇവിടെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി നമ്മളിത് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ താഴ്ന്നു പോകും, പിന്നെ കിട്ടത്തില്ല കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഇത്തിരി കല്ലൊക്കെ ഉണ്ട്. ഞാൻ അവിടം വരെ ഇറക്കത്തിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റത്തിൽ അങ്ങോട്ട് പോലും പോകാൻ പറ്റില്ല ഗൈസ്. അങ്ങ് പോകണം, അങ്ങ് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഉറപ്പാണ്. അത്രക്ക് താഴ്ചയാണ്. അപ്പം ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുള്ള കളിയൊക്കെ ഉള്ളൂ. ഇപ്പം കുറേ ആയിട്ട് വരാറുമില്ല. ആ ചേട്ടായി ഇതിൻ്റെ പകുതി വരെ പതിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഇതെന്താ അവിടെ നെല്ലിക്കയിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നെല്ലിക്കയിൽ ഇങ്ങനത്തെ ഒരു കടവുണ്ട്. ഇങ്ങനത്തെ ഇത്രയും വീതിയൊന്നുമില്ലല്ലോ, ഒരു ചെറിയ കടവ്. നമുക്ക് അലക്കാനും കുളിക്കാനൊക്കെ ഉള്ളൊരു കടവാണ്. ഇവിടെ എല്ലാവരും കുളിക്കാനും അലക്കാനും വരും. ഇവിടെ ഇട്ട് അലക്കും, അവിടെ ഇറങ്ങി കുളിക്കും, അതാണ് പരിപാടി. അപ്പോൾ രാവിലെയൊക്കെ കുളിക്കാൻ നമ്മൾ അതിരാവിലെയൊക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ അപ്പുറത്തെ കടവിൽ ചേട്ടായി അവിടുന്ന് അവിടെ ഒരു നടുക്ക് വരെ പോയിട്ട് ആ പാറയിൽ ഇരുന്നിട്ടുണ്ടോ പാറയിലൊക്കെ. ഇവിടെ പാറക്കൽ എന്ന് പേരിടാൻ മെയിൻ ഈ പാറയല്ലേ, ഈ പുഴയുടെ പുഴയുടെ നടുക്കൊരു വലിയ പാറയുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ സോപ്പ് പൊടി എടുത്തു കൊടുക്കട്ടെ. ഈ പുഴയുടെ നടുക്കൊരു വലിയ പാറയുണ്ട്. അപ്പോൾ അവിടെ കൊടി കുത്തിയിട്ടില്ല, ആരാണ്ടോ കൊടിയൊക്കെ കുത്തി വെച്ചിട്ടില്ലേ? സോപ്പൊടി ഇവിടെ കൊടി കുത്തി വെച്ചിട്ടില്ലേ? കൊടി പണ്ടാരോ കുറേ പേര് ഇവിടെ വന്നിട്ട് കൊടിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ഈ കല്ലേൽ. അപ്പോൾ ഈ വെള്ളം ഇറങ്ങുന്ന വെള്ളം കുറയുന്ന സമയത്താണ് എല്ലാവരും കയറണേ. അപ്പം അതൊക്കെ അപകടമാണ്, എന്നാലും പോകും കേട്ടോ, നല്ല രസമല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് കൊടി കുത്തി വെക്കും. ഞങ്ങളല്ല കേട്ടോ, വേറെ ആരൊക്കെ ഉണ്ടോ കൊടി കുത്തിയാണ്. ഇപ്പോഴും ഉണ്ടോ കൊടി അല്ലേ? ഇപ്പം ഇല്ലേ? ഇപ്പം ഞാൻ ഒരു കൊടി കാണാറുണ്ടല്ലോ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ. ഇതിലധികം അഴുക്കില്ല. അപ്പോൾ അവിടെ പലരും കൊണ്ട് കൊടിയൊക്കെ കുത്തി വെക്കും. അപ്പം നമുക്ക് ഈ ഇറക്കത്തിൽ അവിടെ പോയി ഇരിക്കുക കേട്ടോ, അതാണ് ഏറ്റവും മെയിൻ. അതുകൊണ്ടാണ് ഇവിടെ പാറക്കൽ എന്ന് പേരിട്ടത് ഈ സ്ഥലത്തിൽ. അപ്പോൾ നമുക്കിത് അലക്കാം. ഇത് ഇടും, ഞാൻ ചവിട്ടാം. എന്നെ പിടിച്ചോണേ.
കാല് ഇതായിട്ട് കൊണ്ട് പോകരുതേ, മുറിയരുത്. നല്ല രസം. അപ്പോൾ നമ്മൾ അത് കുതിർക്കാനിട്ടേക്കുവാണോ? കുതിർക്കാനിട്ടേക്കുവാണോ? അത് ഞാൻ ചവിട്ടിക്കോളാം. ആ ഡാൻസ് കളിക്കാൻ വേണ്ടി നമ്മുടെ തിണ്ണ കൊള്ളില്ല. അപ്പം നമ്മൾ ഈ സാധനമാണ് ഗൈസ് ഇട്ടിരിക്കുന്നത്. ഹോം ടൂറിൽ നമ്മുടെ എല്ലാം വീട് കാണിച്ചു തരാവേ. ഹോം ടൂർ അടുത്ത് തന്നെ വരും, ഉറപ്പാണ്. അതിന് മുന്നോടിയായിട്ടുള്ള കഴുകലാന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആളെ കാണിക്കണില്ല. പനിയോ? അമ്മക്ക് പനി ശ്വാസമുട്ടലാണ് ഗൈസ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങാത്തത്. പക്ഷെ എനിക്ക് ചുമ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതന്നെ ആണ്ട് മറ്റേ സംഭവം മറ്റേ എന്നതാ ഞണ്ടല്ല, മീനല്ലത്. അതെന്താ ഇത്? ഇതാതെന്നാ വെച്ചാ? അല്ല അല്ല, അതന്നെ കടലാസാണ്. ഞാൻ ഓർത്ത് മറ്റേ കല്ലുമ്മക്കായാന്ന് തോന്നുന്നു. പുഴയിലില്ല ഗൈസ് കല്ലുമ്മക്കായ, എനിക്ക് അറിയത്തില്ല. കക്കയുണ്ട് കേട്ടോ ഇവിടെ, ഇല്ലേ? ഒത്തിരി ഇല്ലേ? ഇവിടെ അവിടെയൊക്കെ ഒത്തിരി കക്കയൊക്കെ ഉണ്ട്, ഞാൻ കാണാറുണ്ട് എൻ്റെ തൊണ്ടൊക്കെ. അപ്പം ഇവിടെ രാവിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഞണ്ട് കാണാം. ചെറിയ ഞണ്ടിനെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. കുഞ്ഞിനെ ഗൈസ് എന്നോട് പിടിക്കാൻ പിടിച്ച്. ഞങ്ങൾ കള്ളന്മാരാണെന്ന് നിങ്ങൾ തന്നെ പറ. ഇല്ല ഇല്ല, ഞങ്ങളെ പണി ഇല്ല. ഞാൻ ചവിട്ടാം. ഇതിനെന്നാ വെയിറ്റ് ചെയ്ത് താഴെ പോയില്ലല്ലോ അല്ലേ? എന്നാ ഉടുക്കത്തെ വെയിറ്റ് ആണ് ഗൈസ്. ഞാൻ വീട്ടിൽ ചെന്ന് ഉടുപ്പ് മാറേണ്ടി വരും. അയ്യോ ഇല്ല, ഞാൻ പിടിച്ച്. ക്യാമറമാൻ ഗൈസ് ഞണ്ട് 5-6 ഉണ്ട്. ഇവിടെ നോക്കി എന്നെ പിടിച്ചു തരാമോ? നല്ല രസമുണ്ട് ഗൈസ്. ചേട്ടാ ഞാനൊന്ന് പിടിച്ചു തരൂ. അച്ഛാ അതിനൊന്ന് പിടിച്ചു തരാമോ ഞണ്ടിനെ? നിങ്ങൾക്ക് കൈ കടിക്കും. പിടിക്കുമോ നോക്കാം. നമുക്ക് കോല് വെച്ചൊന്ന് തട്ടി നോക്കാം. അയ്യോ ഞണ്ട് ഇതിനിടക്കൊക്കെ എത്രണ്ണ ഇരിക്കണമെന്ന് നോക്കിയേ. രാത്രി ആയതുകൊണ്ട് ഉറങ്ങാൻ കയറിയാന്ന് തോന്നുന്നു കേട്ടോ. തിരിച്ചു വീട്ടിൽ പോവാണ്. എല്ലാം നമ്മൾ വണ്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭീകരൻ കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ പേരിട്ടു മാഗി. ഭീകരൻ മാതിരി നമുക്കങ്ങ് മാറാം. നമ്മൾ വീട്ടിൽ വന്നു. എൻ്റെ ആ പെയിൻറ്റിങ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട്? ഇതല്ല നോക്കിക്കോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. പൊട്ടപ്പടം ചുമ്മാ പറഞ്ഞതാണ് ഗൈസ്. എനിക്ക് അത് ഇഷ്ടമായി. പക്ഷേ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് ഈ ഔട്ട്ലൈൻ വരക്കുമ്പോഴത്തേക്കും അല്ലേലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്ത് പക്ഷിയാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ കണ്ണ് മാത്രമാണ് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ കളറൊക്കെ ഇഷ്ടമായി. പക്ഷേ എനിത് അടിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടാ ഇതിൻ്റെ കളറുണ്ടായി കാണിച്ചു ഗൈസ്. സങ്കടമായിപ്പോയി. കുഴപ്പമില്ല, നല്ല പടം. കമൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കല്ലേ. ബൈ.